ഗായ്സ്, വെൽക്കം ടു താനീസ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീക്കെൻഡ് ആയതുകൊണ്ട് മോളുണ്ടായിരുന്നു, അതുകൊണ്ടാണ് 2 ദിവസമായിട്ട് ക്ലാസ് ഇല്ലാഞ്ഞത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? പ്രസൻറ്റ് ടെൻസിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് പഠിച്ചു. അപ്പോൾ പ്രസൻറ്റ് ടെൻസിൽ തന്നെ വരുന്ന മൂന്നാമത്തെ ടെൻസായ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അത് നമുക്ക് നോക്കാം. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ഐ പ്ലസ് യു പ്ലസ് ദേ പ്ലസ് വി പ്ലസ് ഹാവ് പ്ലസ് V3 പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിളാണ്. അതായത് ഐ എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ കൂടെയും ദേ എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ കൂടെയും വി എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ കൂടെയും യു എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ കൂടെയും ഹാവ് പ്ലസ് വെർബിൻ്റെ മൂന്നാമത്തെ രൂപമായ അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ വരുന്നു. അപ്പോൾ നമുക്ക് ഒരു വെർബിൻ്റെ ഒരു ഫോം നോക്കാം. റൈറ്റ് എന്നുള്ളത് V1 എന്നുള്ള ഫോമാണ് റൈറ്റ്. അതിൻ്റെ V2 എന്നുള്ള ഫോമാണ് റോട്ട്. V3 എന്നുള്ള ഫോമാണ് റിട്ടൺ. റൈറ്റ്, റോട്ട്, റിട്ടൺ. അപ്പോൾ നമുക്ക് റിട്ടൺ എന്നുള്ള V3 ഫോം അതിന് പറയുന്നതാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അതാണ് നമുക്ക് ഈ ടെൻസിൽ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഐ, യു, ദേ, വി എന്നീ 4 സബ്ജക്റ്റുകളോട് കൂടി ഹാവ് പ്ലസ് V3 അതായത് വെർബിൻ്റെ V3 ഫോമാണ് വരുന്നത്. ഇനി അതുപോലെ തന്നെ ഹി, ഷീ, ഇറ്റ് ഇതിൻ്റെ കൂടെ ഹാസ് പ്ലസ് V3 ആണ് വരുന്നത്. ഹാസ് പ്ലസ് V3. ഹി, ഷീ, ഇറ്റ് എന്നീ 3 സബ്ജക്റ്റുകളോട് ഹാസ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ വരുന്നു. ഇപ്പോൾ റൈറ്റ്, റോട്ട്, റിട്ടൺ റിട്ടൺ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഞാനൊരു കത്ത് എഴുതി കഴിഞ്ഞു. ഞാൻ എന്ന് പറയുമ്പോൾ എന്ത് പറയും? ഐ. അതിൻ്റെ കൂടെ എന്ത് വേണം? ഹാവ് പ്ലസ് എഴുതുക എന്നുള്ളതിൻ്റെ വെർബ് എന്ന് പറയുന്നത് റൈറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ V3 ഫോം എന്താണ്? റിട്ടൺ. ഐ ഹാവ് റിട്ടൺ. ഒരു കത്ത് എഴുതി കഴിഞ്ഞു എന്നല്ല പറയുന്നത്. ഐ ഹാവ് റിട്ടൺ എ ലെറ്റർ. ഐ ഹാവ് റിട്ടൺ എ ലെറ്റർ. ഞാനൊരു കത്ത് എഴുതി കഴിഞ്ഞു. ഐ ഹാവ് റിട്ടൺ എ ലെറ്റർ. ഇനി നിങ്ങളൊരു കത്ത് എഴുതി കഴിഞ്ഞു, അവർ ഒരു കത്ത് എഴുതി കഴിഞ്ഞു എന്നെങ്ങനെ പറയും? അവർ എന്നുള്ളതിന് എന്താണ് പറയുക? ദേ. അതിൻ്റെ കൂടെ എന്ത് വരുന്നതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഹാവ് പ്ലസ് V3. ദേ ഹാവ് റൈറ്റ്. എഴുതുക എന്നുള്ളതിൻ്റെ വേർബ് റൈറ്റ് എന്നാണ്. അതിൻ്റെ V3 ഫോമാണ് റിട്ടൺ. ദേ ഹാവ് റിട്ടൺ എ ലെറ്റർ. ദേ ഹാവ് റിട്ടൺ എ ലെറ്റർ. ഇനി ഞങ്ങൾ ഒരു ലെറ്റർ എഴുതി കഴിഞ്ഞു എന്നെങ്ങനെ പറയും? ഞങ്ങൾ ഒരു ലെറ്റർ എഴുതി കഴിഞ്ഞു എന്നെങ്ങനെ പറയും? വി ഹാവ് റിട്ടൺ എ ലെറ്റർ. വി ഹാവ് റിട്ടൺ എ ലെറ്റർ. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്തിന് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? കുറച്ച് മുമ്പ് നടന്നു കഴിഞ്ഞ ഒരു കാര്യം, കുറച്ച് മുമ്പ് കഴിഞ്ഞു, അതിനെ സൂചിപ്പിക്കാനാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. അതായത് പൂർണ്ണതയിലെത്തിയ വർത്തമാന കാലം. പൂർണ്ണതയിലെത്തിയ വർത്തമാന കാലം. ഞാനൊരു കത്ത് എഴുതി കഴിഞ്ഞു എന്നെങ്ങനെ പറയും? ഐ ഹാവ് റിട്ടൺ എ ലെറ്റർ. അവർ ഒരു കത്ത് എഴുതി കഴിഞ്ഞു എന്നെങ്ങനെ പറയും? ദേ ഹാവ് റിട്ടൺ എ ലെറ്റർ. ഞങ്ങൾ ഒരു കത്ത് എഴുതി കഴിഞ്ഞു എന്നുള്ളത് എങ്ങനെ പറയും? വി ഹാവ് റിട്ടൺ എ ലെറ്റർ. ഇനി അവൾ അവളുടെ ജോലി പൂർത്തീകരിച്ചു. അപ്പം നമ്മൾ രണ്ടാമത്തേൽ പറഞ്ഞിട്ടുണ്ട് ഹി, ഷീ, ഇറ്റിൻ്റെ കൂടെ ഹാസ് പ്ലസ് V3 ആണ് വരിക. ഹാസ് പ്ലസ് വെർബിൻ്റെ മൂന്നാമത്തെ ഫോമായ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പോൾ പൂർത്തീകരിക്കുക എന്നുള്ളതിൻ്റെ വേർഡ് എന്താ? വെർബ് എന്താ? കംപ്ലീറ്റ്. അതിൻ്റെ V3 ഫോം കംപ്ലീറ്റഡ്. അപ്പോൾ ഷീ ഹാസ് കംപ്ലീറ്റഡ് ഹെർ വർക്ക്. ഷീ ഹാസ് കംപ്ലീറ്റഡ് ഹെർ വർക്ക്. ഷീ ഹാസ് കംപ്ലീറ്റഡ് ഹെർ വർക്ക്. അതായത് നമ്മൾ കുറച്ച് നമ്മളെ കാര്യം, അതായത് ചെയ്യുന്ന കാര്യം ഇപ്പം ചെയ്ത് കഴിഞ്ഞു, ഇപ്പം കഴിഞ്ഞതേ ഉള്ളൂ. അങ്ങനെയുള്ള സെൻറ്റൻസുകൾ വരുന്നതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. അങ്ങനെ പറയാം. ഞാനൊരു കത്ത് എഴുതി കഴിഞ്ഞു. ഐ ഹാവ് റിട്ടൺ എ ലെറ്റർ. അവർ ഒരു കത്ത് എഴുതി കഴിഞ്ഞു. ദേ ഹാവ് റിട്ടൺ എ ലെറ്റർ. ഞങ്ങൾ ഒരു കത്ത് എഴുതി കഴിഞ്ഞു. വി ഹാവ് റിട്ടൺ എ ലെറ്റർ. അവൾ അവളുടെ ജോലി പൂർത്തീകരിച്ചു.
ഷീ ഹാസ് കംപ്ലീറ്റഡ് ഹർ വർക്ക്. ഇനി അതായത് കുറച്ച് മുമ്പേ കഴിഞ്ഞ ഒരു കാര്യത്തിൻ്റെ അനന്തരഫലം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അങ്ങനെയുള്ള സെൻറ്റൻസുകൾ ഉണ്ടാക്കാനും നമുക്ക് എന്ത് ഉപയോഗിക്കാം? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കാം. ഉദാഹരണം, എൻ്റെ വിരൽ മുറിഞ്ഞിരിക്കുന്നു. എൻ്റെ എന്ന് പറയുമ്പോൾ ഐയുടെ കൂടെ അപ്പം എന്തേ വരുള്ളൂ? ഹാവ്. മുറിയുക എന്നുള്ളതിന് കട്ട്. ഐ ഹാവ് കട്ട് മൈ ഫിംഗർ. അതായത് കൈ മുറിഞ്ഞത് കുറച്ച് മുന്നെയാണ്, പക്ഷെ അതിൽ നിന്ന് ബ്ലഡ് വരുന്നത് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബ്ലഡ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളത്, അതായത് കുറച്ച് മുമ്പേ നടന്നു, പക്ഷെ അതിൻ്റെ അനന്തരഫലം എന്തെങ്കിലും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളതിനെയും പറയാൻ നമുക്ക് എന്തുപയോഗിക്കാം? പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാം. എൻ്റെ വിരൽ മുറിഞ്ഞിരിക്കുന്നു എന്ന് എങ്ങനെ പറയും? ഐ ഹാവ് കട്ട് മൈ ഫിംഗർ. ഐ ഹാവ് കട്ട് മൈ ഫിംഗർ. ഇനി ഞങ്ങളിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് 10 വർഷമായിരിക്കുന്നു. ഞങ്ങളിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് 10 വർഷമായിരിക്കുന്നു. വി ഹാവ് ലിവ്ഡ് ഹിയർ ഫോർ 10 years. അതായത് ഭൂതകാലത്തിൽ തുടങ്ങിയ ഒരു പ്രവൃത്തി, പക്ഷെ ഇപ്പോഴും അത് പ്രസൻറ്റ് ടെൻസിൽ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഭൂതകാലത്തിൽ തുടങ്ങിയ ഒരു പ്രവൃത്തി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഇത് പറയാനും വേണ്ടിയിട്ട് നമുക്ക് എന്തുപയോഗിക്കാം? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കാം. അതായത് ഞങ്ങളിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് 10 വർഷമായിരിക്കുന്നു. അപ്പം ഞങ്ങൾ എന്നുള്ളതിന് എന്ത് പറയും? വി. വിയുടെ കൂടെ എന്തേ വരൂ? ഹാവ്. താമസിക്കാവുന്നതിൻ്റെ ലിവ് ആണ്. അതിൻ്റെ V3 ഫോം എന്ന് പറയുന്നത് ലിവ്ഡ്. അപ്പോൾ വി ഹാവ് ലിവ്ഡ് ഹിയർ. ഇവിടെ വി ഹാവ് ലിവ്ഡ് ഹിയർ ഫോർ 10 years. വി ഹാവ് ലിവ്ഡ് ഹിയർ ഫോർ 10 years. അപ്പോൾ പൂർണ്ണതയിലെത്തിയ വർത്തമാനകാല, അത് തൊട്ടു മുമ്പേ ചെയ്ത് കഴിഞ്ഞു എന്നുള്ള അർത്ഥത്തിൽ വരുന്ന സെൻറ്റൻസുകളാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ മെയിനായിട്ട് വരുന്നത്. ഇപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ പഠിച്ചത്? ഐ, ദേ, യു, വി എന്നീ 4 സബ്ജക്റ്റുകളോടുകൂടി ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ വരുന്നു. വെർബിൻ്റെ 3ാമത്തെ ഫോം വരുന്നു. ഹി, ഷീ, ഇറ്റ് ഇതിൻ്റെ കൂടെ എന്ത് വരുന്നു? ഹാസ് പ്ലസ് V3 വരുന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഞാനൊരു കത്ത് എഴുതി കഴിഞ്ഞു. ഐ ഹാവ് റിട്ടൺ എ ലെറ്റർ. അവർ ഒരു കത്ത് എഴുതി കഴിഞ്ഞു. ദ ഹാവ് റിട്ടൺ എ ലെറ്റർ. ഞങ്ങൾ ഒരു കത്ത് എഴുതി കഴിഞ്ഞു. വി ഹാവ് റിട്ടൺ എ ലെറ്റർ. അവൾ അവളുടെ വർക്ക് പൂർത്തീകരിച്ചു. ഷീ ഹാസ് കംപ്ലീറ്റഡ് ഹർ വർക്ക്. എൻ്റെ വിരൽ മുറിഞ്ഞിരിക്കുന്നു. ഐ ഹാവ് കട്ട് മൈ ഫിംഗർ. ഐ ഹാവ് കട്ട് മൈ ഫിംഗർ. ഞങ്ങൾ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ടിപ്പോൾ 10 വർഷമായിരിക്കുന്നു. വി ഹാവ് ലിവ്ഡ് ഹിയർ ഫോർ 10 years. അതായത് നമ്മളൊരു പ്രവൃത്തി, കുറച്ച് മുന്നേ കഴിഞ്ഞ ഒരു പ്രവൃത്തി, അതായത് ചെയ്തിപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ, അങ്ങനെയുള്ള ഇതിനെ സൂചിപ്പിക്കാനാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.